പത്തനംതിട്ട തിരുവല്ലയിൽ ഇന്നലെ ഹർത്താൽ ദിനത്തിൽ ക്യാൻസർ രോഗിയെ തടഞ്ഞുവെച്ച നേതാവ് റിമാൻഡിൽ. CSDS നേതാവ് അജിമോൻ ചാലക്കാരിയാണ് റിമാൻഡിലായത്. കാലടി സ്വദേശി സിജുവിന്റെ പരാതിയിലാണ് കേസ്. പത്തനംതിട്ടയിൽ നിന്നും ഷിജോ കുര്യനുണ്ട് വിവരങ്ങളുമായി. ഷിജോ, വിവരങ്ങൾ. അനൂപ, ഇന്നലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിന്റെ ഭാഗമായിട്ട് ക്യാൻസർ രോഗിയെ തടഞ്ഞൊരു സംഭവം തിരുവല്ലയിൽ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാനായിട്ട് എത്തിയ ക്യാൻസർ രോഗിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയെയുമാണ് സമരാനുകൂലികൾ തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡ് മുന്നിൽ വെച്ച് തടഞ്ഞത്. ആശുപത്രിയിൽ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല, നിങ്ങൾ ഇന്ന് തന്നെ ആശുപത്രിയിൽ പോകണം, എന്താണ് നിങ്ങൾക്ക് നിർബന്ധം? 10 ദിവസം മുമ്പ് ഞങ്ങൾ ആഹ്വാനം ചെയ്ത ഹർത്താലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ സമരാനുകൂലികൾ ഈ പറയുന്ന ക്യാൻസർ രോഗിയെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സംഭവത്തിലാണ് CSDS നേതാവ് അജിമോൻ ചാലക്കരിക്കെതിരെ ഇപ്പോൾ തിരുവല്ല പോലീസ് കേസെടുക്കുകയും കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ മാസം 14 വരെ CSDS നേതാവ് അജിമോൻ ചാലക്കരിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 14 ദിവസത്തേക്ക് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലായിരിക്കും അജിമോൻ ചാലക്കരിയിൽ. ഈ പറയുന്ന രോഗിയെ തടഞ്ഞ അത്യന്തം ദയനീയമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ആശുപത്രിയിൽ പോകാൻ വേണ്ടിയാണ് ക്യാൻസർ രോഗിയായ രോഗിയും അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയും ബസ് സ്റ്റാൻഡിലേക്ക് വന്നത്. അപ്പോഴാണ് ഈ സമരാനുകൂലികൾ അങ്ങേയറ്റം മോശമായ രീതിയിൽ ഈ ക്യാൻസർ രോഗിയോട് പെരുമാറിയത്. നിങ്ങൾക്ക് ആശുപത്രിയിൽ പോകണം, ഞങ്ങൾ ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നത്, അതല്ലാതെ ആശുപത്രിയിൽ പോകാൻ വേണ്ടി അല്ല വന്നുള്ള ഭാഷയൊക്കെ അവരോട് പറയുകയും വളരെ അസഭ്യമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് തിരുവല്ല പോലീസ് കേസെടുക്കുകയും ഈ പ്രതിക്കെതിരെ ഇപ്പോൾ ഈ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അനൂപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.